നമസ്കാരം. അനധികൃത കുടിയേറ്റക്കാരെ കണ്ടെത്താനുള്ള നടപടികൾക്കെതിരെ ലോസ് ഏഞ്ചൽസിൽ പ്രതിഷേധം അലയടിക്കുകയാണ്. നിയന്ത്രിക്കാൻ സാധിക്കാത്ത വിധത്തിൽ കലാപം പൊട്ടിപ്പുറപ്പെട്ടിരിക്കുകയാണ് അവിടെ. ഇതിനിടെ പ്രതിഷേധക്കാർക്കെതിരെ പ്രസിഡന്റ് ട്രംപ് രംഗത്ത് വന്നു. ലോസ് ഏഞ്ചൽസിലെ പ്രക്ഷോഭം ദേശീയ സുരക്ഷയ്ക്ക് ഭീഷണിയാണെന്ന് ട്രംപ് പറഞ്ഞു. US സേനയുടെ 250-ാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി നോർത്ത് കാരോലൈനയിൽ സൈനികരെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. കാലിഫോർണിയയിൽ നിങ്ങൾ കാണുന്നത് വിദേശ പതാകകൾ വഹിച്ച കലാപകാരികൾ സമാധാനത്തിനും പൊതു ആക്രമണത്തിനും ദേശീയ പരമാധികാരത്തിനുമെതിരെ നടത്തുന്ന പൂർണ്ണമായ ആക്രമണമാണ്. ഫെഡറൽ സ്വത്തുക്കളെയും ജീവനക്കാരെയും സംരക്ഷിക്കാൻ സൈന്യത്തെ വിന്യസിക്കേണ്ടത് ആവശ്യമാണ്. കാലിഫോർണിയയുടെ ഡെമോക്രാറ്റിക് സർക്കാർ ഈ നീക്കം അധികാര ദുരുപയോഗവും ആവശ്യമില്ലാത്ത പ്രകോപനവുമാണെന്ന് പറയുന്നു. ഈ സേവന അംഗങ്ങൾ കാലിഫോർണിയയിലെ സത്യസന്ധരായ പൗരന്മാരെ മാത്രമല്ല നമ്മുടെ രാജ്യത്തെ തന്നെയും സംരക്ഷിക്കുന്നു. അവർ വീരന്മാരാണെന്നും ട്രംപ് പറഞ്ഞു. US-ൽ അനധികൃത കുടിയേറ്റക്കാരെ കണ്ടെത്താനുള്ള നടപടികൾക്കെതിരെയുള്ള പ്രക്ഷോഭം കലാപമായി മാറിയാൽ ഇൻസറക്ഷൻ ആക്ട് തീർച്ചയായും ഉപയോഗിക്കുമെന്ന് ട്രംപ് ഭീഷണി മുഴക്കി. US-ൽ ആഭ്യന്തര കലാപമോ സായുധ കലാപമോ നടക്കുന്ന സാഹചര്യത്തിൽ കലാപം അടിച്ചമർത്താൻ സായുധ സേനയെ ഉപയോഗിക്കാൻ US പ്രസിഡന്റിന് അധികാരം നൽകുന്ന നിയമമാണിത്. രാജ്യത്തെ വെറുക്കുന്നവരാണ് അവർ. സുരക്ഷാ സേനയെ എതിർക്കാൻ ശ്രമിച്ചാൽ കടുത്ത രീതിയിൽ തന്നെ നേരിടുമെന്ന് ട്രംപ് പ്രതിഷേധക്കാർക്ക് താക്കീത് നൽകി. പ്രക്ഷോഭം തുടരുന്ന ലോസ് ആഞ്ചലസിൽ 700 മറീനുകളെ വിന്യസിച്ച നടപടിയെ ട്രംപ് ന്യായീകരിച്ചു. പ്രക്ഷോഭം നേരിടാൻ 2000 നാഷണൽ ഗാർഡുകളെയും 700 നാവികസേനാ അംഗങ്ങളെയും കൂടി പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തിങ്കളാഴ്ച നിയോഗിച്ചിരുന്നു. കഴിഞ്ഞ ദിവസം 2000 നാഷണൽ ഗാർഡുകളെ നിയോഗിച്ചതിന് പുറമെയാണിത്. നാഷണൽ ഗാർഡുകളെ നിയോഗിച്ചതിനെതിരെ കാലിഫോർണിയ കേസ് ഫയൽ ചെയ്തിട്ടുണ്ട്. 6 പതിറ്റാണ്ടിനിടെ ആദ്യമായാണ് സംസ്ഥാന ഗവർണറുടെ അനുമതിയില്ലാതെ ഇത്തരമൊരു നടപടിക്ക് US പ്രസിഡന്റ് ഉത്തരവിടുന്നത്. അതേസമയം ലോസ് ആഞ്ചൽസിലെ കുടിയേറ്റ നയങ്ങൾക്കെതിരായ പ്രതിഷേധങ്ങൾ സമീപ നഗരങ്ങളിലേക്കും പടർന്നിട്ടുണ്ട്. ഓസ്റ്റിൻ, ടെക്സാസ് തുടങ്ങിയ നഗരങ്ങളിൽ നിരവധി പേർ തെരുവിലിറങ്ങി. അതേസമയം ലോസ് ഏഞ്ചൽസിൽ 700 മറീൻ സൈനികരെ വിന്യസിക്കാനുള്ള തീരുമാനത്തിൽ നിന്ന് ട്രംപ് പിന്നോക്കം പോയി. എന്നാൽ നാഷണൽ ഗാർഡ് അംഗങ്ങളുടെ എണ്ണം 4000 ആക്കി. നേരത്തെ 2000 പേരാണ് ഉണ്ടായിരുന്നത്. നാഷണൽ ഗാർഡ് വിന്യാസത്തിനെതിരെ ട്രംപ് ഭരണകൂടത്തിനെതിരെ കേസെടുക്കുമെന്ന് കാലിഫോർണിയ ഗവർണർ ഗാവിൻ ന്യൂസം പറഞ്ഞു. സൈനികരെ രാഷ്ട്രീയ കരുക്കളായി പ്രസിഡന്റ് ഉപയോഗിക്കുന്നുവെന്നും അദ്ദേഹം ആരോപിച്ചു. അതേസമയം കോൺഗ്രസിലെ ബ്ലാക്ക്, ഹിസ്പാനിക്, ഏഷ്യൻ പസഫിക് അമേരിക്കൻ കോക്കസുകളിൽ നിന്നുള്ള സെനറ്റർമാർ വാർത്താ സമ്മേളനം നടത്തി. ലോസ് ഏഞ്ചൽസിലെ സൈനിക വിന്യാസം ഒരു തുടക്കം മാത്രമായിരിക്കുമെന്ന് അവർ മുന്നറിയിപ്പ് നൽകി. ട്രംപിന്റെ കുടിയേറ്റ നിയമത്തിനെതിരെയാണ് പ്രതിഷേധം തുടങ്ങിയത്. ഇത് കലാപമായി മാറുന്ന അവസ്ഥയാണിപ്പോൾ. ട്രംപ് ഭരണകൂടം നടത്തുന്ന ഫെഡറൽ ഇമിഗ്രേഷൻ റെയ്ഡുകൾക്കെതിരെ നടന്ന പ്രതിഷേധം അങ്ങേയറ്റം അക്രമാസക്തമായിരുന്നു. പ്രകടനക്കാർ കാറുകൾ കത്തുകയും സുരക്ഷാ സേനയുമായി ഏറ്റുമുട്ടൽ നടത്തുകയും ചെയ്തു. ആൽഫബറ്റിന്റെ നിരവധി വേമോ സെൽഫ് ഡ്രൈവ് കാറുകൾ ആക്രമിച്ച് കത്തിക്കുകയും ചെയ്തു. കാലിഫോർണിയയിൽ ആരംഭിച്ച പ്രക്ഷോഭം കത്തിപ്പടർന്നതോടെ ലോസ് ആഞ്ചലസിൽ യുദ്ധസമാനമായ അന്തരീക്ഷമാണ്. പ്രതിഷേധക്കാർ വാഹനങ്ങൾക്ക് തീയിടുകയും പതാകകൾ ഉപരോധിക്കുകയും ചെയ്തതോടെ തെരുവുകൾ പലയിടത്തും യുദ്ധക്കളമായി മാറി. പ്രതിഷേധക്കാർക്ക് നേരെ പോലീസ് കണ്ണീർ വാതകവും റബ്ബർ ബുള്ളറ്റുകളും ഉപയോഗിച്ച് സംഘർഷം നിയന്ത്രിക്കാനുള്ള ശ്രമം പാളിയതോടെയാണ് സൈന്യത്തെ വിന്യസിപ്പിക്കാൻ ട്രംപ് ഉത്തരവിട്ടത്. സംഘർഷം നിയന്ത്രിക്കാൻ അധികൃതർ സൈന്യത്തെ ഉൾപ്പെടെ വിന്യസിക്കാൻ ആരംഭിച്ചതോടെ ലോസ് ആഞ്ചലസിന് പുറത്തേക്കും പ്രതിഷേധം വ്യാപിക്കുന്ന കാഴ്ചയാണ് ഞായറാഴ്ച ഉണ്ടായത്. പാരാമൗണ്ട്, കോംപ്ടൺ പോലുള്ള സമീപ പട്ടണങ്ങളിലും പ്രതിഷേധ പ്രകടനങ്ങൾ അരങ്ങേറി. ലോസ് ആഞ്ചലസിലെ ഫ്രീവേകൾ ഉൾപ്പെടെ സമരക്കാർ ഉപരോധിച്ചതോടെ നടപടി കർശനമാക്കുകയാണ് സുരക്ഷാ സേന. പ്രതിഷേധക്കാർ ഉടനെ നഗരം വിടണമെന്നും സുരക്ഷാ സേന ആവശ്യപ്പെട്ടു. ട്രംപിന്റെ സൈനിക വിന്യാസത്തിനെതിരെ പ്രതിഷേധവുമായി ആയിരങ്ങൾ തെരുവിലിറങ്ങിയതോടെ ലോസ് ആഞ്ചലസിൽ സംഘർഷം കത്തിപ്പടരുകയായിരുന്നു.